മലാപ്പറമ്പ് UP സ്കൂൾ സർക്കാർ ഏറ്റെടുത്തേക്കും. തീരുമാനം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ. കൂടുതൽ സ്കൂളുകൾ പൂട്ടാതിരിക്കാൻ KER പരിഷ്കരിക്കുമെന്ന് മന്ത്രി C. രവീന്ദ്രനാഥ്. പ്രതിഷേധത്തിനിടെ മലപ്പുറം മങ്ങാട്ടുമുറി സ്കൂൾ പൂട്ടി. ഫയർഫോഴ്സിലെ കൂട്ടസ്ഥലം മാറ്റം മുഖ്യമന്ത്രി ഇടപെട്ട് തടഞ്ഞു. നടപടി മീഡിയ 1 വാർത്തയെ തുടർന്ന്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. ഇടപാടിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. പൊതു സ്വകാര്യ മേഖലയിൽ ഹരിപ്പാട് ആരംഭിക്കാനിരിക്കുന്ന മെഡിക്കൽ കോളേജിനെ ചൊല്ലിയുള്ള ഭരണ പ്രതിപക്ഷ വാദപ്രതിവാദങ്ങൾ തുടരുന്നു. നിലം നികത്തി മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള ശ്രമങ്ങൾ സദുദ്ദേശ്യത്തോടെയല്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ആരോപിച്ചു. മെഡിക്കൽ കോളേജ് തുടങ്ങാൻ UDF തീരുമാനിച്ചത് നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാർ മറുപടി നൽകി. മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു. UDF സർക്കാർ പ്രഖ്യാപിച്ച ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെതിരായ നിലപാട് ധനമന്ത്രി തോമസ് ഐസക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരനും വ്യക്തമാക്കിയതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. UDF സർക്കാർ നിലം നികത്തി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച പദ്ധതിക്കെതിരെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയും രംഗത്ത് വന്നു. ഒരു മെഡിക്കൽ കോളേജിന് തുടക്കത്തിൽ തന്നെ 800 ഏക്കറൊക്കെ അക്വയർ ചെയ്തിട്ട് മെഡിക്കൽ കോളേജ് നല്ലത് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങാൻ കേരളത്തിൽ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ആരായിപ്പോയി. അതെന്തായാലും ഒരു സദുദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല ഈ നിലം നികത്താനൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനമെടുത്തത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണെന്ന് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ പ്രതികരിച്ചു. തീരദേശവാസികൾ കൂടുതലുള്ള ആലപ്പുഴ ജില്ലയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ശിവകുമാർ അറിയിച്ചു. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് 1 രൂപയുടെ പോലും അഴിമതി നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് ഞാൻ ഈ തീരുമാനം വിട്ടുകൊടുക്കുന്നു. മീഡിയ 1 തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഡോക്ടർ KP അരവിന്ദൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഭാരവാഹി. അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. ജോൺ തോമസ് കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ആലപ്പുഴ ബ്യൂറോയിലുണ്ട്. ഒപ്പം TJ ആഞ്ചലോസ് CPI നേതാവ്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം മന്ത്രിമാരെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ KP അരവിന്ദൻ, ഇവിടെ കഴിഞ്ഞ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം, ആലപ്പുഴ ജില്ല ആരോഗ്യ സേവന രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ്. അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ശ്രമിച്ചു. അതിൽ എന്താണ് ഇത്രമാത്രം അപാകമായി കാണുന്നത്? നിലം നികത്തുന്നു എന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ അതിന് അനുമതി നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. ആ അനുമതിക്കപ്പുറത്ത് ഈ പദ്ധതിയിൽ ക്രമരഹിതമായി എന്താണുള്ളത് എന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഡോക്ടർ KP അരവിന്ദൻ. ഒന്നാമതായിട്ട് ഒരു ജനങ്ങൾക്ക് അവിടെയുള്ള തീരദേശവാസികൾക്കുള്ള നല്ല ചികിത്സ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യം നല്ല ആശുപത്രിയാണ്. മെഡിക്കൽ കോളേജുകളിലെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പരിഹാരമല്ല. അതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ചികിത്സ കൊടുക്കാൻ വേണ്ടി നല്ല ആശുപത്രികൾ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒന്നാമത് ഹരിപ്പാടുള്ള ആശുപത്രിയുടെ സ്ഥിതി തന്നെ എന്താണെന്നുള്ളത് ആദ്യമായിട്ട് പരിശോധിച്ച് നോക്കുക. ഇങ്ങനെയുള്ള ഓരോ കേന്ദ്രങ്ങളിലുമുള്ള ആശുപത്രികളിലൊന്നും നന്നാക്കാതെ അതിനു വേണ്ടി വേണ്ടത്ര പണം മുടക്കാൻ കയ്യിലില്ലാത്തപ്പോൾ ഇങ്ങനെ ഭീമമായ തുക സർക്കാർ ചെലവിട്ടുകൊണ്ട് ഫലത്തിലൊരു പ്രൈവറ്റ് കോളേജാണത്. കാരണം അത് നടത്തുന്ന സംരംഭകർ PPP എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും മറ്റുള്ള ഇതിൽ ഭൂരിഭാഗം ഷെയറും വരുന്നത് ഗവൺമെൻറ്റിൻ്റെ വളരെ മൈനോറിറ്റി ഷെയറാണ്. അങ്ങനെയുള്ളൊരിതിനാണോ മുൻഗണന കൊടുക്കേണ്ടത്? വണ്ടാനം മെഡിക്കൽ കോളേജ് 18 കിലോമീറ്റർ മാത്രം അകലെ വണ്ടാനം മെഡിക്കൽ കോളേജുണ്ട്. ഒരുപാട് പരാധീനതകൾ നേരിടുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിന് വേണ്ടി അതിനു വേണ്ടി പണം ചെലവാക്കാതെ ഇതിനെങ്ങനെ ഇത്രയധികം പണം കണ്ടെത്തുന്നു, അത് ചെലവാക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രധാന ഇഷ്യൂ. മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ വേണ്ടി എന്താണ്
അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ വേണ്ടത്, ഇതിനുള്ള പ്ലാനിങ്, എത്ര മെഡിക്കൽ കോളേജുകൾ വേണം നമ്മുടെ നാട്ടിൽ, ഇങ്ങനെ എന്തെങ്കിലും ചിന്ത കഴിഞ്ഞ സർക്കാർ നടത്തിയിട്ടുണ്ടോ? ഓരോ സ്ഥലത്തും മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു എക്സ്പേർട്ട്, ഞാൻ പറയുന്ന DME അടക്കമുള്ള DMEയും ഉന്നത തലത്തിലുള്ള മെഡിക്കൽ രംഗത്ത് കൈകാര്യം ചെയ്യുന്നവരായിട്ട് ആരോടെങ്കിലും കൂടിയാലോചിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ വീതിച്ചു കൊടുക്കുക, ഓരോ സ്ഥലത്ത് ഇന്നവർക്ക് ഇന്ന മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് വീതിച്ചു കൊടുക്കുന്ന ഈ രീതി, ആ രീതിയുടെ ഏറ്റവും മോശമായ ഒരു ഉദാഹരണമാണ് ഹരിപ്പാട്. കാരണം ഹരിപ്പാട് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കോളേജ് പോലുമല്ല, ഒരു തികച്ചും സ്വകാര്യമായിട്ടുള്ള സ്ഥാപനം. ശ്രീ ജോൺ തോമസ്, ഇവിടെ ഡോക്ടർ അരവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അതിന് നിലവിലുള്ള ആശുപത്രികളിലെ സൗകര്യം വർദ്ധിപ്പിക്കാവുന്നതാണ്. പ്രാഥമിക ചികിത്സയ്ക്ക് സൗകര്യമില്ലാത്ത മേഖലകളിൽ പുതിയ ആശുപത്രികൾ തുടങ്ങാവുന്നതാണ്. അതിനു പകരം എന്തിനാണ് ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ, അതും ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടി എന്ന പേരിൽ, വിദഗ്ധ ചികിത്സയോ അല്ലെങ്കിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളോ ഉറപ്പാക്കാൻ വേണ്ടി എന്ന പേരിൽ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത്? ശ്രീ ജോൺ തോമസ്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാൻ കഴിയുന്നില്ല. ഹലോ. ഇവിടെ ഡോക്ടർ അരവിന്ദൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യമെങ്കിൽ നിലവിലുള്ള ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മികച്ച ആശുപത്രി സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആശുപത്രികൾ ആരംഭിക്കുക, ഇതിനൊക്കെയാണ് മുൻഗണന നൽകേണ്ടത്. അതിന് പകരം എന്തിനാണ് ഒരു മെഡിക്കൽ കോളേജ് തന്നെ ആരംഭിക്കണം എന്നതിലേക്ക് കഴിഞ്ഞ സർക്കാർ പോയത്? ഹരിപ്പാട് മെഡിക്കൽ കോളേജ്. ഹലോ, വീണ്ടും ഹലോ. കേൾക്കാം, താങ്കൾ പറയുന്നത് കേൾക്കാം. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ആരംഭിക്കുക എന്നുള്ള ആശയം 2012 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ MLAയും KPCC പ്രസിഡന്റുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും ഒന്നിച്ചിരുന്ന ഒരു ചടങ്ങിൽ CPMൻ്റെ ഉന്നതനായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഹരിപ്പാട് MLAയുമായ ശ്രീ TK ദേവകുമാറാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ ആശയം, ഹരിപ്പാട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ അഭാവമുണ്ട്, അത് ഈ ഗവൺമെൻറ് പരിഗണിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. 2012-13 ബഡ്ജറ്റിൽ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുകയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുകയാണ്. ഇതിവിടെ പറയുമ്പോൾ നിലവിലുള്ള സർക്കാർ ആശുപത്രികളുടെ സൗകര്യം വർദ്ധിപ്പിക്കാതെ എന്തിനാണ് ഒരു മെഡിക്കൽ കോളേജ് എന്നാണ് ചോദ്യം. 2,20,000-ൽ പരം ജനങ്ങളാണ് ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലുള്ളത്. 62,000-ൽ പരം കുടുംബങ്ങളാണ് ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലുള്ളത്. ജില്ലയിൽ മൊത്തമായി ഏതാണ്ട് 21 ലക്ഷം ജനസംഖ്യയാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. തീരദേശ കടലോര മേഖലയാണ് ഹരിപ്പാട്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ അടക്കമുള്ള കടലോര മേഖലയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും കയറ് തൊഴിലാളികളും പാവപ്പെട്ടവരും താമസിക്കുന്ന സ്ഥലത്ത് നിലവിലുള്ള ആരോഗ്യ സംരക്ഷണ പരിപാടികൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് തീരപ്രദേശത്ത് 30 വർഷത്തിന് മുൻപ് തറക്കല്ലിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ പാനൂർ ഫിഷറീസ് ആശുപത്രി പണിയുകയും അവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് 24 പോസ്റ്റ് ഈ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്ത് ഡോക്ടർമാരെയും ആവശ്യമുള്ള സ്റ്റാഫിനെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിച്ച് ഒരു ദിവസം 150-ൽ പരം രോഗികൾ അവിടെ എത്തുന്നു. ഹരിപ്പാട് സർക്കാർ ആശുപത്രിയെ താലൂക്ക് സർക്കാർ ആശുപത്രിയെ ജില്ലാ ആശുപത്രിയുമായി ഉയർത്തുന്നു. ഈ UDF ഗവൺമെൻറ്റാണ്. അവിടെ ഉള്ള 4 കോടി രൂപ ഈ പറയപ്പെടുന്ന നബാർഡിൽ നിന്ന് തന്നെ ലോൺ എടുത്ത് 4 കോടി രൂപ മുടക്കി പുതിയ കെട്ടിടം നിർമ്മിച്ചു. 2 CHCകൾ, തൃക്കുന്നപ്പുഴയിൽ ഒരു CHC, മുതുകുളത്തൊരു CHC. അവിടെ ആവശ്യമായ സൗകര്യം 1.5 കോടി രൂപ മുടക്കി തൃക്കുന്നപ്പുഴയിൽ ഒരു പുതിയ കെട്ടിടം, മുതുകുളത്ത് CHC തീ പിടിച്ചു പോയ CHCക്ക് പുതിയ കെട്ടിടം, എല്ലാ പഞ്ചായത്തിലും PHCകൾ, പുതിയ കെട്ടിടങ്ങൾ, ഹോമിയോ ആശുപത്രികൾ, ആയുർവേദ ആശുപത്രികൾ,
ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഹരിപ്പാട്ട് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുകയാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സങ്കല്പം നമുക്കറിയാം. കേരളത്തിൽ 900 സീറ്റ് ഉണ്ടായിരുന്ന മെഡിക്കൽ സീറ്റ് 1250 വർദ്ധിപ്പിച്ചത് ഈ ഗവൺമെൻറ്റാണ്, UDF ഗവൺമെൻറ്റാണ്. ഇവിടെ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു വിവാദവും ആരും ഉണ്ടാക്കിയില്ല. ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെതിരെ ബഹുമാനപ്പെട്ട സംസ്ഥാന ധനകാര്യമന്ത്രിയും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ആണ് ആക്ഷേപം ഉന്നയിച്ചത്. ഇവർ രണ്ടുപേരും കഴിഞ്ഞ നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഒരക്ഷരവും നിയമസഭയിൽ ഇതിനെതിരെ പറഞ്ഞിട്ടില്ല. ഹരിപ്പാട് മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടതുപക്ഷ MLA-മാർ ഇപ്പോഴത്തെ മന്ത്രി ശ്രീമാൻ ബഹുമാനപ്പെട്ട തിലോത്തമൻ അവர்களுം കായംകുളം MLA CK സദാശിവനും പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ കായംകുളം MLA-യുമായ പ്രതിഭാ ഹരി പങ്കെടുത്തു. CPM-ന്റെ ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും BJP-യുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പങ്കെടുത്തു. ഒരാക്ഷേപവുമില്ല. ഇനിയും ഇവിടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇവിടെ പ്രസ്താവന ഇന്ന് കേൾക്കാനിടയായി. മീഡിയ വണ്ണിൽ തന്നെ ഇപ്പോൾ കേട്ടു. എന്താ പറഞ്ഞത്? ഭൂമി നികത്തി മെഡിക്കൽ കോളേജ് ചെയ്യുന്നതിൽ ദുരൂഹതയുണ്ടെന്ന്. ഭൂമി നികത്താൻ ആരും പറഞ്ഞില്ലല്ലോ. ഈ UDF ഗവൺമെൻറ് കേരളത്തിൽ ഇത്തരമൊരു തീരുമാനമെടുത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചത് എവിടെയാണ്? 900 ഏക്കർ വരുന്ന NDPC-യുടെ തരിശു കിടക്കുന്ന വെറും 25 ഏക്കർ ഭൂമി, അവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമിയിൽ ആണ് ഉത്തരവ് പണിയുന്നതിന് വേണ്ടിയാണ് ഉത്തരവുണ്ടായത്. ആ ഉത്തരവിനെ അട്ടിമറിക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളടക്കം NDPC-യോട് കൂട്ടുചേർന്ന് ആണ് ഇത് അട്ടിമറിച്ചത്. ഭൂമിനകത്ത് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബഹുമാന്യരായ സുഹൃത്തുക്കൾ ആലോചിക്കണം. ഇവിടെ നെൽവയൽ നികത്താൻ എൻ്റെ കാര്യമില്ലായിരുന്നല്ലോ. NDPC-യുടെ ഭൂമിയിൽ തന്നെ പണിയാമായിരുന്നല്ലോ. NDPC-യുടെ ഭൂമിയിൽ വരാതിരിക്കാനുള്ള എല്ലാ കുൽസിത ശ്രമങ്ങളും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആൾക്കാരും ചില വികസന വിരോധികളും ചേർന്ന് നടപ്പാക്കി. സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നു. ഹൈക്കോടതിയുടെ NDPC കേസ് കൊടുത്തു. UDF ഗവൺമെന്റിന് അനുകൂലമായി വിധിയുണ്ടായി. അവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ തീരുമാനം കോടതിയെടുത്തു. വീണ്ടും സുപ്രീം കോടതിയിൽ പോയി, അവിടെയും വാദിച്ചു. ഇപ്പോഴും കേസ് നിലനിൽക്കുകയാണ്. അപ്പോൾ വസ്തുത ഇതായിരിക്കെ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ TJ ആഞ്ചലോസ്, ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴോ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോഴോ എന്തിന് നിയമസഭയിൽ അംഗങ്ങളായിരുന്ന ആളുകൾ പോലും അന്നുയർത്താതിരുന്ന വിമർശവും ആക്ഷേപങ്ങളും ഇപ്പോഴുന്നയിക്കുന്നത്? അതാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നതിന് തെളിവായി ജോൺ തോമസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിലെ തട്ടിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം. NDPC-യുടെ സ്ഥലം ഉപയോഗിച്ച് ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു ആശയം ഉയർന്നു വരുമ്പോൾ പൊതുമേഖലയിലുള്ള സംരംഭം NDPC-യുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിരുന്ന ശ്രീ KC വേണുഗോപാലായിരുന്നു. UPA ഗവൺമെന്റ് ആയിരുന്നു കേന്ദ്രത്തിൽ. അത്തരത്തിലാണ് ഈ ആശയം ആദ്യഘട്ടം മുതൽ ഉയർന്നു വരുന്നത്. ഞങ്ങൾ ആരും അന്ന് അതിനെ എതിർത്തില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഒരു ആരോഗ്യ സ്ഥാപനം NDPC-യുമായി യോജിച്ച് പൊതുമേഖലയിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നടന്നത്. ആ ഫയലുകളെല്ലാം നോക്കിയാൽ അറിയാം. പക്ഷെ ഉദ്ദേശം എന്തായിരുന്നു? പൊതുമേഖലയിൽ NDPC-യുടെ സഹായത്തോടുകൂടി ഇത്തരം ഒരു സംരംഭം എന്നുള്ള ആശയം ഉയർന്നു വന്നപ്പോൾ അതിനെ കേവലം സർക്കാരിന് 26% ഓഹരിക്ക് താഴെയുള്ള ഒരു സംരംഭമാക്കി മാറ്റി ഉന്നതരായിട്ടുള്ള പലരും ഇതിനകത്ത് പറയുന്ന 25 പ്രധാനപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടെയാണ് ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പലതരം കേസുകളിലും പെട്ടിരിക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് അവരെ തെരഞ്ഞെടുത്തത്? അപ്പൊ അത്തരം ഒരു സംരംഭമാക്കി അതിനെ മാറ്റി ഈ കേസ് നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനാപരമായി ചർച്ച ചെയ്യുന്ന നിലവാരത്തിലേക്ക് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ വന്നു. ഞാൻ അതിന്റെ പശ്ചാത്തലത്തിലോട്ട് പോകുന്നില്ല. അതിനുശേഷം NDPC 100 കോടി രൂപ വാഗ്ദാനം ചെയ്യുക. അവർക്ക് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള തരത്തിൽ ഇപ്പൊ തീരദേശത്തെ ജനതയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് ഉണ്ടാകേണ്ട എവിടെയാണ്? തീരദേശത്താണ്. അപ്പൊ ഇതായിരുന്നു ഉദ്ദേശം, പൊതുമേഖലയിലല്ല. പിന്നീട് അത് രൂപാന്തരപ്പെടുന്നത് ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചുള്ള ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, സർക്കാരിന് പരിമിതമായ തരത്തിലുള്ള ഓഹരികൾ വെക്കുക. മെഡിക്കൽ കോളേജ് എന്നുള്ള ആശയം ഉയർന്നു വരുന്നതിന്റെ ഏതിന്റെ അടിസ്ഥാനത്തിൽ? ഈ പറയുമ്പോൾ ചികിത്സയെ ലക്ഷ്യമാക്കിയാണോ? അല്ല. മെഡിക്കൽ കോളേജ് ആകുമ്പോൾ കുട്ടികൾ അഡ്മിഷൻ നടക്കും,
അതിനകത്ത് ഈ പറയുന്നത് പോലെ വൻതോതിൽ സീറ്റുകൾ ഉണ്ടാകും. അത് ഭാവിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. 5 വർഷം 10 വർഷം എന്നുള്ള തരത്തിലൊരു പീരീഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ സീറ്റിന് വൻതോതിൽ വില വർദ്ധിക്കും. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ സംരംഭം പിന്നീട് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ കബളിപ്പിച്ചു. ആദ്യഘട്ടം മുതൽ ജനപ്രതിനിധികളെ കബളിപ്പിച്ചു, നാട്ടുകാരെ കബളിപ്പിച്ചു. പിന്നീട് അത് കൊണ്ടുവന്നിട്ടാണ് കരുവാറ്റയിൽ വരുന്നത്. കരുവാറ്റയിൽ വന്നതിന്റെ വിഷയമാണ് ഈ ചൂണ്ടിക്കാണിച്ചത്. ഗവൺമെന്റ് ആവശ്യത്തിനാണ് ഭൂമി ഏറ്റെടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന് വില തീരുമാനിക്കാമല്ലോ. അവിടെ സർക്കാരല്ലല്ലോ വില തീരുമാനിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ലോബിയാണ് അവിടെ പിന്നീട് പ്രവർത്തിക്കുവാൻ തുടങ്ങിയത്. അവിടെയാണ് നിലനികത്തലിന്റെ വിഷയം വരുന്നത്. അപ്പൊ നിലനികത്തലിന്റെ വിഷയത്തിലാണെങ്കിലും ജനങ്ങളെ കബളിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഗവൺമെന്റിന്റെ ഷെയറിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഈ കൺസൾട്ടൻസി കൊടുത്തിരിക്കുന്ന വിഷയത്തിലാണെങ്കിലും എല്ലാം ദുരൂഹതകളും അതുപോലെ തന്നെ വൻതോതിലുള്ള അഴിമതിയുമാണ് ആ കാര്യത്തിൽ വന്നിരിക്കുന്നത്. ടി ജെ ആഞ്ചലോസ്, അവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഒരു ക്രമക്കേടും ഇതിൽ നടന്നിട്ടില്ല, കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല, അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടന്നിട്ടില്ല എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അല്ല, ഇന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു പത്രത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അതിൽ പറയുന്ന 13 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 12 കോടിയിലധികം രൂപ ചെലവഴിച്ചു കഴിഞ്ഞുവെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന പത്രം എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 18 ഉത്തരവുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പഴയ കളക്ടർ നടപടികളെല്ലാം മുന്നോട്ട് നീക്കി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഴയ കളക്ടർ മാറ്റി പുതിയ കളക്ടർ വന്ന് അവർ ഈ ഫയലുകളൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ നിർത്തിവെക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തത്. ആ കളക്ടറും LDF സർക്കാർ നിയമിച്ചിട്ടുള്ള കളക്ടറല്ല. ഞാൻ ചൂണ്ടിക്കാണിച്ച തുടക്കം മുതൽ ദുരൂഹത, ജനങ്ങളെയും ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ അന്ന് പ്രതിപക്ഷത്തിരുന്നവരെയും എല്ലാം കബളിപ്പിച്ചു. ഒരു ആരോഗ്യ സ്ഥാപനം പ്രത്യേകിച്ച് പൊതുമേഖലയിൽ NDPCയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കതിനെ എതിർക്കാൻ കഴിയും? ശ്രീ ജോൺ തോമസ്, ഇവിടെ ശ്രീ ടി ജെ ആഞ്ചലോസ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സർക്കാരിന് 26% ഈ കമ്പനിയിൽ ഓഹരിയുള്ളത്. ആ കമ്പനിയാകട്ടെ മെഡിക്കൽ കോളേജ് നടത്തും. മെഡിക്കൽ കോളേജിന് പുറത്ത് 100 കിടക്കകളുള്ള ഒരു പേവാർഡും ലാബറട്ടറിയും അത് ലാഭമുണ്ടാക്കുന്ന സ്വതന്ത്ര കേന്ദ്രമായി തുടരും. മെഡിക്കൽ കോളേജ് ആശുപത്രി അത് നബാർഡിൽ നിന്ന് വായ്പയെടുത്ത് സർക്കാർ നിർമ്മിക്കും. ആ വായ്പ സർക്കാർ തിരിച്ചടയ്ക്കും. ഇതാണ് ഈ മെഡിക്കൽ കോളേജ്, ഹരിപ്പാട്ടെ മെഡിക്കൽ കോളേജിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതി. എന്തിനാണ് ഇങ്ങനെ 3 തരത്തിൽ ഇതിനെ ഡിസൈൻ ചെയ്തത്? ഇത് മൊത്തത്തിൽ ഈ കമ്പനി ഒരുമിച്ച് നടത്തുന്നു, അതിൻ്റെ ലാഭവും നഷ്ടവും തുല്യമായി വീതിക്കപ്പെടുന്നു. അങ്ങനെയൊക്കെ ആകാമല്ലോ ഒരു വ്യവസായത്തിൽ. ഹലോ ശ്രീ ജോൺ തോമസ്. ഹലോ ശ്രീ ജോൺ തോമസ്, കേൾക്കാമോ താങ്കൾക്ക്? അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ആഞ്ചലോസ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു ഇതിനകത്ത് ദുരൂഹതയുണ്ട്, സംശയമുണ്ട്, അഴിമതിയുണ്ട്. എന്ത് ദുരൂഹതയാണ്, എന്ത് സംശയമാണ്, എന്ത് അഴിമതിയാണ്? ഇത് ഇങ്ങനെ ഒരു ആലോചന തുടക്കം മുതൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം 3 പ്രാവശ്യം വിളിച്ചു ചേർത്ത് ഈ നിലവിലുള്ള സാഹചര്യങ്ങൾ വെളിപ്പെടുത്തി അവസാനം NDPCയുമായി ബന്ധപ്പെട്ട കേസുകളുടെ എല്ലാം കാര്യങ്ങൾക്കെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അനുവാദം മേടിച്ച് കരുവറ്റയിൽ മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്ത് എല്ലാവരുടെയും അനുവാദത്തോടുകൂടിയാണ് ഇത് നടത്തിയിരിക്കുന്നത്. പിന്നെ NDPCയുടെ കാര്യം പറഞ്ഞു. NDPCയിൽ മായി ബന്ധപ്പെട്ട് കേസ് നടന്നു. ഇവിടെ 100 കോടി രൂപ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയും NDPCയുടെ CMDയുമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നിർദ്ദേശിച്ചു. 2 നിർദ്ദേശമാണ് വെച്ചത് NDPC. ഒന്ന്, 100 കോടി രൂപ ഇതിനു വേണ്ടി തരാം, നിങ്ങൾ കേസ് പിൻവലിക്കണം. എന്താണ് കണ്ടീഷൻ? പവർ പർച്ചേസിംഗ് ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ നടത്തണം. എന്ന് വെച്ചാൽ NDPC ഉണ്ടാക്കുന്ന മുഴുവൻ വൈദ്യുതിയും ഒരു യൂണിറ്റിന് 13 രൂപ റേറ്റിൽ കേരളം മേടിച്ചോണം. 100 കോടി രൂപ തരുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ഏൽക്കണം. NDPC പറഞ്ഞ ഡിമാൻഡാണ്. 2, 6 ആൾ താഴ്ചയുള്ള കായൽ, ഞങ്ങൾ ഈ 25 സെൻറ്റ് ഹൈവേക്ക് സമീപത്തുള്ള 25 സെൻറ്റ് സ്ഥലം തരില്ല, 6 ആൾ താഴ്ചയുള്ള കായൽ തരാം. ബഹുമാനപ്പെട്ട ആഞ്ചലോസ് അദ്ദേഹം ആ സ്ഥലം പോയി സന്ദർശിക്കണം. അവിടെ എങ്ങനെ നികത്തും ഭൂമി? നോട്ട് കെട്ടിട്ട് നികത്തിയാൽ പോലും അവിടെ നഗരില്ല. അപ്പോൾ ഈ വ്യവസ്ഥകൾ
ഇപ്പോഴും നിലനിൽക്കുകയാണ്, സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ ദുരൂഹതയുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിയമസഭയിൽ ഈ 2 MLA-മാർ ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല? എന്തുകൊണ്ട് CPI-യുടെ അന്നത്തെ MLA ഈ ചടങ്ങിൽ പങ്കെടുത്തു? അപ്പോൾ ഒരു ദുരൂഹതയുമില്ലാതെ ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ കാറ്റുണ്ടായപ്പോഴും അതിനെ അതിജീവിച്ച് 18,600 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അതവിടെ നിൽക്കട്ടെ. ആ ദുരൂഹതയില്ല എന്ന് താങ്കൾ വാദിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തന രീതിയെ ഈ വിധത്തിൽ രൂപകൽപ്പന ചെയ്യാൻ തീരുമാനിച്ചത്? ഈ വിധത്തിൽ എന്ന് വെച്ചാൽ ആരാണ് ഇതിന്റെ ചെയർമാൻ? സംസ്ഥാന മുഖ്യമന്ത്രിയല്ലേ ചെയർമാൻ? ഹലോ ശ്രീ ജോൺ തോമസ്, ആര് ചെയർമാൻ, ആരുടെ ഭരണസമിതി, അത് അവിടെ നിൽക്കട്ടെ. ഒരു കമ്പനി രൂപീകരിക്കുന്നു, ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, DME ഇവരെല്ലാം ചുമ്മാതെ പ്രൈവറ്റ് മുതലാളിമാർ ചേർന്ന കമ്പനി അല്ലല്ലോ ഇത്. ഒരു പ്രൈവറ്റ് മുതലാളിയും ഇതിനകത്ത് ഇല്ലല്ലോ. ഇതിനകത്ത് അതുപോലെ തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്നു. ആരും ഇതുവരെ ഒരു പൈസയുടെ ഷെയറും എടുത്തിട്ടില്ല, ഒരു ഷെയറും ഇഷ്യൂ ചെയ്തിട്ടില്ല. ഗവൺമെന്റ് 25 അല്ലെ 10 15 പേർ ഇതിന് ഷെയർ മുടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അപേക്ഷ സമർപ്പിക്കുന്നു. അവരുടെ അപേക്ഷ സംസ്ഥാന ഹോം ആൻഡ് വിജിലൻസിലേക്ക് അയക്കുന്നു. അവരുടെ ക്ലിയറൻസ് മേടിച്ചിട്ട് ഇവർക്ക് ഷെയർ കൊടുക്കാമോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നു. ഒരു പൈസയുടെ ഷെയറും കൊടുത്തിട്ടില്ല. 1 സെന്റ് ഭൂമി നികത്താൻ സർക്കാർ ഉത്തരവ് കൊടുത്തിട്ടില്ല. ഇതെല്ലാം വ്യാജ പ്രചരണങ്ങളാണ്. ഇത് കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർക്കാൻ, തകർക്കാൻ ശ്രീ ജോൺ തോമസ്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ശ്രീ ജോൺ തോമസ്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു കമ്പനി രൂപീകരിക്കുന്നു. ആ കമ്പനിയുടെ കീഴിൽ മെഡിക്കൽ കോളേജ് വരുന്നു. അതിന് പുറത്ത് 100 കിടക്കകളുള്ള പേവാർഡും ലബോറട്ടറിയും, അത് സ്വതന്ത്രമായി നിൽക്കുന്ന ലാഭകേന്ദ്രമായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നു. പിന്നെ മെഡിക്കൽ കോളേജിന് വേണ്ട ആശുപത്രി, അത് നബാർഡ് വായ്പ എടുത്ത് നിർമ്മിക്കുന്നു. ആ വായ്പ സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കുന്നു. ഈ വിധത്തിൽ ഇതിനെ രൂപകൽപ്പന ചെയ്തത് എന്തിനാണ് എന്നാണ് ചോദ്യം. അല്ല, ആ വിധത്തിൽ അതിനെ രൂപ ചെയ്ത് ഇതിനകത്ത് 50% സീറ്റുകൾ മെറിറ്റിലല്ലേ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. 50% സീറ്റുകൾ മെറിറ്റിലല്ലേ നൽകുന്നത്? ആ ഉത്തരവിനകത്ത് പറഞ്ഞിട്ടില്ലേ? 50% സീറ്റുകളെല്ലാം മാനേജ്മെന്റിന് വരുന്നുള്ളൂ. നിലവിൽ കേരളത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്ത്, മെഡിക്കൽ രംഗത്തുള്ള നിയമത്തിന് വിധേയമായി തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. DME ആണ് ഇതിന്റെ ഉത്തരവാദി, ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഇതിന്റെ ബന്ധപ്പെട്ടവർ. അതല്ലാതെ ഒരു സ്വകാര്യ ഏർപ്പാടും ഇതിനകത്തില്ല. 26% ഷെയർ ഇപ്പോൾ വിധത്തിൽ സുതാര്യമാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് വിശ്വസിക്കാമോ? മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, ആരോഗ്യവകുപ്പിന്റെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി വരുന്നവരൊക്കെ. സംഗതികൾ അങ്ങനെ ഇരിക്കെ ഇത് 26% ഓഹരി മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ. ഈ പറയുന്ന വിധത്തിലുള്ള മെഡിക്കൽ കോളേജ് ഒന്ന്, അതിൻ്റെ ആശുപത്രി വേറൊന്ന്, ഇടയ്ക്ക് ഒരു ലബോറട്ടറിയും 100 കിടക്കുകളുള്ള പേവാർഡും ലാഭകേന്ദ്രമായി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി ഈ പറയുന്ന വിധത്തിൽ ഭരണം അല്ലെങ്കിൽ ഭരണത്തിൻ്റെ നിയന്ത്രണം സർക്കാരിലും ഉദ്യോഗസ്ഥരിലും തന്നെ നിക്ഷിപ്തമാക്കാൻ ഇവിടെ ശ്രമം നടന്നിട്ടുണ്ടോ? ഭരണത്തിൻ്റെ നിയന്ത്രണം സർക്കാരിലാണെന്നുള്ളത് ഒരു തെളിവ് അതിലില്ല. ഹലോ, കേൾക്കുന്നില്ല? കേൾക്കാം, പറഞ്ഞോളൂ. ഭരണത്തിൻ്റെ ഒരു രംഗത്തും ഈ സർക്കാർ DME ഒന്നും നേരിട്ടൊന്നും അല്ല ഇതിൻ്റെ ഭരണം വഹിക്കുന്നത്. ഇത് വളരെ ക്ലിയറാണ്. ചെലവ് മുഴുവൻ സർക്കാരിനെ കൊണ്ട് വഹിപ്പിക്കുക, ലാഭം മുഴുവൻ ലാഭകേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇതുവഴി കടത്തിക്കൊണ്ടുപോവുക. വളരെ സിമ്പിളാണ്. 50% സീറ്റ് സർക്കാരിൻ്റെ ആണെന്ന് പറഞ്ഞു. വേറെ കോളേജുകൾ 50% സീറ്റ് കൊടുക്കുന്നില്ലേ? സ്വകാര്യ കോളേജുകൾ 50% സീറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. അവർക്കെല്ലാം ഗവൺമെൻറ് ഭൂമി എടുത്തു കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താ ഇതിനെന്താ പ്രത്യേകത? ഇതാണ് ചോദിക്കേണ്ട ചോദ്യം. ഇത് കൃത്യമായിട്ടും ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റുണ്ട്. പ്രധാന ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ സ്വകാര്യ സംരംഭകരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ്. അവരാണ് നാളത്തെ ഡയറക്ടർ ബോർഡിലെ മെയിൻ ആൾക്കാരായി വരാൻ പോകുന്നത്.
അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ഈ സ്ഥാപനം മുഴുവൻ നടക്കുക. അതുകൊണ്ട് ഒട്ടും തന്നെ സുതാര്യമല്ലാത്ത രീതിയിലുള്ള സംഗതി ഇപ്പോൾ ഭാഗ്യത്തിന് ഒന്നും തന്നെ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സർക്കാർ ഇവിടെയുള്ള ഈ രംഗത്തുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കണം. ഒന്നാമത് എത്ര മെഡിക്കൽ കോളേജുകൾ നമുക്ക് വേണം, എത്ര MBBS ഗ്രാജുവേറ്റ്സ് വേണം, മുതലായുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു പഠനം നടത്തിക്കൊണ്ട് പ്ലാൻഡ് ആയിട്ട് വേണം നീങ്ങാൻ. ഒരു വിധത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാതെ തോന്നുന്ന മാതിരി മെഡിക്കൽ കോളേജുകൾ വരിക എന്നുള്ളത് ഒട്ടും തന്നെ ആശാസ്യകരമായിട്ടുള്ള സംഗതിയല്ല. ഇദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇത് ഹരിപ്പാട് 2 ലക്ഷം ജനങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അങ്ങനെയാണെങ്കിൽ 140 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 140 മെഡിക്കൽ കോളേജ് വേണോ? ഇതെന്താ ഈ പറയുന്നതിലൊക്കെ അർത്ഥമുള്ളത്? ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തും NTPC-യുമായിട്ട് ഒരു ഗൂഢാലോചന നടന്നതായിട്ട് എനിക്ക് അറിയുന്നില്ല. ഈ NTPC-യിലുള്ള ആൾക്കാരെയോ എന്തെങ്കിലും ഉത്തരം മുട്ടുമ്പോൾ എന്തെങ്കിലും ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന ഈ രീതി അത് തീരെ ശരിയല്ല. കേരള ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതുവരെയുള്ള പലതരം മെഡിക്കൽ കോളേജുകൾ പല സ്ഥലത്തായിട്ടുള്ളത് എല്ലാം തന്നെ പുനഃപരിശോധിക്കണം. ഇത് പറയാനുള്ള കാരണം വേണ്ടത്ര സ്റ്റാഫും വേണ്ടത്ര പണവും ഇല്ലാതെ ഇതെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ നിലവിലുള്ള കോളേജിൽ നിന്നാണ് സ്റ്റാഫിനെ മുഴുവൻ എല്ലാ സ്ഥലത്തേക്കും വിന്യസിക്കുന്നത്. ഈ നിലവിലുള്ള കോളേജുകളിൽ പരിതാപകരമായ സ്ഥിതിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പഠനം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏത് മെഡിക്കൽ കോളേജിലും പോയി അവിടെയുള്ള ഒരു ആൾക്കാരോട് പോയി ചോദിച്ചു നോക്കിക്കോളൂ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആരോടെങ്കിലും ഇത്തരത്തിലുള്ള ആലോചന നടത്തിയിട്ടുണ്ടോ? ഒരു ആലോചനയില്ലാതെ തോന്നുന്ന മാതിരി ഓരോ മന്ത്രിക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഇങ്ങനെയാണോ മെഡിക്കൽ രംഗത്തുള്ള ആസൂത്രണം നടത്തുന്നത്? ഇതാണോ വികസനം? വികസനം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. വികസനം എന്ന് പറഞ്ഞാൽ കുറേ മെഡിക്കൽ കോളേജുകൾ വരുമല്ല. ഇങ്ങനെ വളരെ തെറ്റായ വികസന സങ്കല്പങ്ങളുമായിട്ട് നടക്കുന്നത് മുഴുവനായി പുനഃപരിശോധിക്കണം. വേണ്ടാത്ത മെഡിക്കൽ കോളേജുകൾ വേണ്ടെന്ന് വെക്കണം. അതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഹരിപ്പാട് മെഡിക്കൽ കോളേജാണ്. ഡോക്ടർ KP അരവിന്ദൻ, ഇവിടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഈ കോളേജ് തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ മെഡിക്കൽ കോളേജ് ആശുപത്രി സ്വാഭാവികമായും നബാർഡിൻ്റെ വായ്പ സ്വീകരിച്ച് നിർമ്മിക്കണം. ആ വായ്പ സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കുകയും വേണം. അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സംവിധാനമായിരിക്കും. അവിടുത്തെ നിയമനങ്ങൾ, അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ മറ്റു ജീവനക്കാർ, ഇവരുടെ നിയമനവും ഇവർക്ക് വേണ്ട ശമ്പളവും ഒക്കെ സർക്കാർ ഫണ്ടിൽ നിന്ന് നൽകേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടാകും. ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് പ്രവർത്തിപ്പിക്കുക, അതാണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ പദ്ധതി ഈ കോളേജ് പ്രാബല്യത്തിലായാൽ സംഭവിക്കുക? പ്രാബല്യത്തിലായാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുമെന്ന് അവരിനിയും പറഞ്ഞിട്ടില്ല. വിവരാവകാശ നിയമം വെച്ച് ചോദിച്ച ചോദ്യത്തിന് പോലും കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ഊഹിക്കുന്നത് ഇത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ വായ്പ എടുത്തിട്ടുണ്ടാക്കുന്ന കെട്ടിടത്തിൽ ആസ്പത്രി നടത്തുമ്പോൾ അതിൻ്റെ ബാധ്യത മുഴുവൻ ഗവൺമെൻറ്റിനായിരിക്കും. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന പൈസ മുഴുവൻ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് പുറമെ 2 കാര്യങ്ങൾ. മാനേജ്മെൻറ്റിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ കോഴ വാങ്ങിച്ച് കൊടുക്കുന്നതാണ് ഈ മാനേജ്മെൻറ്റ് സീറ്റ്. പിന്നെ ഈ ഗ്രോത്ത് സെൻറ്റർ, എന്താ ഈ ഗ്രോത്ത് സെൻറ്റർ? ഇത് വല്ല ഈ ഇൻഡസ്ട്രിയോ മറ്റോ ആണോ? ഇങ്ങനെയുള്ള ഗ്രോത്ത് സെൻറ്റർ എന്നുള്ള പേരിൽ പ്രൈവറ്റ് വാർഡും അതുപോലെ ലബോറട്ടറിയും, അതിൻ്റെ ലാഭം മുഴുവൻ വീണ്ടും ഇൻഫ്രാബണ്ട് എന്ന് പറഞ്ഞ സ്വകാര്യ കമ്പനിക്കാണ്. അപ്പോൾ ലാഭം മുഴുവൻ ഇവർക്ക് ചോർത്തിക്കൊടുക്കാനും നഷ്ടം മുഴുവൻ സഹിക്കാൻ ഗവൺമെൻറ്റും. ഇതാണ് ഈ PPP. അതിഥികളിലേക്ക് മടങ്ങിയെത്താം. TJ ആഞ്ചലോസ് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. അദ്ദേഹത്തോട് തുടരണം എന്ന് അപേക്ഷിക്കുന്നു. അതിഥികളിലേക്ക് മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. ശ്രീ TJ ആഞ്ചലോസ്, NTPC-യിൽ നിന്ന് ഭൂമി കിട്ടുന്നതിനുണ്ടായ തടസ്സം അത് എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും അന്നത്തെ സർക്കാർ ചർച്ച ചെയ്തിരുന്നു എന്നാണ് ജോൺ തോമസ് ഇവിടെ പറയുന്നത്. ഒപ്പം കരുവാറ്റയിലേക്ക് ഈ മെഡിക്കൽ കോളേജ് പദ്ധതി മാറ്റുന്ന കാര്യവും ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം കരുവാറ്റയിൽ തന്നെയാണ് നടന്നത്. അന്നാരും എതിർപ്പുന്നയിച്ചിരുന്നില്ല. നിലം നികത്തലിനെതിരെ അന്നാരും സംസാരിച്ചിരുന്നുമില്ല. ഈ പദ്ധതിയെ തന്നെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരു ആരോഗ്യ സ്ഥാപനം അത് ഇങ്ങനെ
ഉണ്ടാകുന്നു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കലായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ യോഗങ്ങൾ വിളിക്കുക, സ്ഥല MLA വിളിക്കുക, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി വിളിക്കുക. അതിലെല്ലാം സ്വാഭാവികമായും അത്തരം ആളുകൾ പോയി പങ്കെടുക്കും. വിഷയം എന്താണ്? ഇതിന് ഞങ്ങളല്ലല്ലോ ആദ്യം എതിർത്തത്. ഇപ്പൊ ഞങ്ങൾ ശക്തിയായ നിലപാടെടുക്കുന്നു. എതിർത്തത് ആദ്യം ആരാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ NDPC ആണ്. അന്ന് ആരാണ് ഇവിടെ MP? അന്ന് കേന്ദ്ര ഈ പവർ മിനിസ്റ്റർ സഹമന്ത്രി ആരാണ്? ശ്രീ KC വേണുഗോപാലാണ്. ആ കേരളത്തിലെ ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയാണ് MLA. UDF ഗവൺമെന്റ് ആണ്. കേന്ദ്രത്തിൽ 2 UPA ഗവൺമെന്റ് ആണ്. എന്തുകൊണ്ടാണ് അവരെ അനുവദിക്കാതിരുന്നത്? NDPCയുടെ സ്ഥലം കൊടുക്കില്ല എന്ന് പറയുന്നത് ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ അത് സർക്കാരിന്റെ ഉടമസ്ഥതയിലല്ലല്ലോ. ആ ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് ഇത്തരം നീക്കം നടത്തിയപ്പോഴാണ് NDPC അതിനകത്ത് സ്ട്രോങ് ആയ സ്റ്റാൻഡ് എടുത്തത്. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നവരല്ലേ, അവരെന്തുകൊണ്ട് വേറെ നിലപാട്? അവസാനം കോടതിയിലേക്ക് പോയല്ലോ വിഷയങ്ങൾ. കോടതിയിലേക്ക് പോയപ്പോഴാണ് നേരത്തെ പറഞ്ഞത് അതിന്റെ CMDയും കേരളത്തിലെ ചീഫ് മിനിസ്റ്ററും ചീഫ് സെക്രട്ടറി എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനവും അവസാനം അവർ സമ്മതിച്ചു 25 ഏക്കർ. അത് 6 താഴ്ച ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതല്ല, പൊതുമേഖല എന്നുള്ളൊരു സംരംഭം എന്നുള്ള കാര്യത്തിലാണ് പ്രചരിപ്പിച്ചിരുന്നത്. അതിന്മേൽ 100 കോടി കൊടുക്കാം എന്നുള്ള വാഗ്ദാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഞാൻ പറഞ്ഞത് ഇതിന്റെ തർക്കങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും രണ്ടും ഇവരുടെ ആളുകൾ ഭരണം നടത്തിയിരുന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിന്മേൽ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചത് ട്രസ്റ്റ് ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ വിഷയം ഇവിടെ തന്നെയാണ്. ഇവിടെ ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ആണെങ്കിലും ഹെൽത്ത് സെക്രട്ടറി ആണെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന സമിതി എന്ന് പറയുമ്പോൾ അതിനെന്തിനാണ് ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചുള്ള ട്രസ്റ്റ്? അപ്പൊ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ്. ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊടുക്കണം. ഇത് പറയുമ്പോൾ ഇത്തരം യോഗങ്ങളിൽ എപ്പോഴെങ്കിലും ഈ മെഡിക്കൽ കോളേജിന്റെ ഘടന ഈ വിധത്തിലാണ്. ഇതൊരു കമ്പനി രൂപീകരിക്കുന്നു, അതിൽ 26% ഓഹരി സർക്കാരിനുണ്ടാകും, ബാക്കി സ്വകാര്യ മേഖലയിലായിരിക്കും. മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രി നബാർഡിൻ്റെ വായ്പ എടുത്ത് നിർമ്മിക്കും, ആ വായ്പ തിരിച്ചടയ്ക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇത്തരം വിശദാംശങ്ങളൊക്കെ ഇത്തരം യോഗങ്ങളിൽ എപ്പോഴെങ്കിലും അന്നത്തെ സർക്കാരിൻ്റെ പ്രതിനിധികൾ പറഞ്ഞിരുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, ലോക്കലായിട്ട് പ്രാദേശിക പ്രവർത്തകരെ വിളിച്ചു ചേർത്ത് ഇവിടെ ഒരു ഉദ്ഘാടന സമ്മേളനം നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അതിനോട് സഹകരിക്കും. സാധാരണ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ലോക്കലായിട്ടുള്ള പ്രവർത്തകരുടെ മുമ്പിൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നുമില്ല. ഇതിന്റെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഭൂമി ഏറ്റെടുക്കണം. ഗവൺമെന്റാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ ഗവൺമെന്റ് എന്ന വില തീരുമാനിക്കും. പൊന്നും വില എന്ന് പറയുന്ന ഒരു വില തീരുമാനിച്ച് പിന്നീട് ഭൂമിയുടെ ഉടമകൾ കേസിന് പോയി അത്തരം കാര്യങ്ങളാണ്. ഗവൺമെന്റ് ഇവിടെ ഒരു വില തീരുമാനിക്കാറുണ്ട്. ഇവിടെ ഈ പറയുന്ന നിലത്തിന്റെ ഒരു വിലയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 3000-4000 രൂപയിൽ കൂടുതലില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 13 ഏക്കർ ഭൂമി ഈ നില ഉൾപ്പെടെ 12 കോടി ചെലവഴിച്ചു എന്ന് ഒരു പത്രം എഴുതുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലല്ല, സ്വകാര്യ സംരംഭത്തിനാണ് എടുത്തു കൊടുക്കുന്നത്. ബിൽഡിംഗ് നിർമ്മിക്കുന്ന ഗവൺമെന്റാണ്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഗവൺമെന്റാണ്. അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ ഇത്തരം ആളുകൾ വരുന്നു. ലക്ഷ്യം എന്താണ്? നേരത്തെ സൂചിപ്പിച്ച സീറ്റുകൾ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് പൊതുമേഖലയിൽ കൊണ്ടുവരുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജ് തൊട്ടടുത്തുണ്ട്. കഴിഞ്ഞ 5 വർഷം ഒരു മന്ത്രി, ഈ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും പഴയ ആരോഗ്യമന്ത്രിയാണെങ്കിലും ഒരു യോഗ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടില്ല. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആവശ്യത്തിന് ഭൂമിയുണ്ട്, ആവശ്യത്തിന് ബിൽഡിംഗ് ഉണ്ട്. ആലപ്പുഴ നഗരത്തിൽ നിന്ന് വണ്ടാനത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഡോക്ടർമാരെ മറ്റു മെഡിക്കൽ കോളേജുകളിലേക്ക് സ്ഥലം മാറ്റി ഏറ്റവും പരാധീനതകളുടെ ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റി തീർത്തു. അതാണ് വിഷയം. വിഷയമുണ്ട്. ഒരു കമ്പനി രൂപീകരിക്കുന്നു, അതിൽ സർക്കാരിന് 26% ഓഹരിയുള്ളത്. അതായത് ഭൂരിഭാഗം ഓഹരികളും പിന്നീട് വരാനിടയുള്ള, താങ്കൾ തന്നെ പറഞ്ഞു അതിൽ നിക്ഷേപകരായി ആരും ഇതുവരെ എത്തിയിട്ടില്ല എന്ന്, പിന്നീട് വരാനിടയുള്ള സ്വകാര്യ നിക്ഷേപകരുടെ കൈവശമായിരിക്കും ഭൂരിഭാഗം ഓഹരികളും. ഒരു കമ്പനിയുടെ പ്രവർത്തന രീതി നമുക്കെല്ലാവർക്കും അറിയാം. ഭൂരിഭാഗം ഓഹരി കൈവശം വച്ചിരിക്കുന്ന ആളുകളാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് സർക്കാരാണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാവും ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുക? എന്നോടാണോ? അതെ. ഇവിടെ അതിനു മുമ്പ് 2 കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണ്. അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് NDPCയിൽ മെഡിക്കൽ കോളേജ് വരുന്നതിനെതിരെ ഒരു നടപടിയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് NDPCയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ഞങ്ങളുടെ ഗ്രാമങ്ങളിലെല്ലാം ജാഥ നടത്തി. ഹരിപ്പാട്ടെ വീടുകളിലെല്ലാം ലഘുലേഖ കൊടുത്തു.
ഇദ്ദേഹം അറിയാതെ പോയതായിരിക്കാം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജാഥയും സമ്മേളനവും പ്രകടനവും എല്ലാം മെഡിക്കൽ കോളേജിനെതിരെ ഉണ്ടായി, NDPCയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ. രണ്ട് ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ഉദ്യോഗസ്ഥർ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് വ്യാജമാണ്. നമ്മുടെ രാജ്യത്ത് നിലവിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്, ഇതെല്ലാം സുതാര്യമായി കിട്ടുന്നതാണ്. ഭക്ഷ്യസുരക്ഷയുടെ കമ്മീഷണറായിരുന്ന TV അനുപമ IAS ആണ് ഇൻഫ്രാമെഡിൻ്റെ MD ആയി സർക്കാർ നിയമിച്ചത്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി, DME, റവന്യൂ NRHM ഡയറക്ടർ, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി തുടങ്ങിയവർ, പിന്നെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ PGR പിള്ള അടക്കമുള്ളവരുടെ സമിതിയാണ് ഇതിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. അതല്ലാതെ ഒരു സ്വകാര്യ വ്യക്തിയും ഇതിലില്ല. എങ്ങനെ ഗവൺമെൻറ്റിന് ഇതിന് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ, MPയും MLAയും ഉണ്ട്, അത് പേരില്ല. ആരാണോ MP ആരാണോ MLA അവരാണ് ആ കമ്മിറ്റിയിൽ വരുന്നത്. ബഹുമാനപ്പെട്ട TJ ആഞ്ചലോസ് അവറുകൾ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. 100 കോടി രൂപ NDPC തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. പവർ പർച്ചേസിംഗ് എഗ്രിമെൻ്റ് വെക്കണമെന്ന് NDPC പറഞ്ഞു. 1 യൂണിറ്റ് വൈദ്യുതിക്ക് 13 രൂപ കൊടുത്ത് സംസ്ഥാനത്ത് വൈദ്യുതി മേടിക്കണമെന്ന് എഗ്രിമെൻ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ ഈ ഭൂമിക്ക് വില നിശ്ചയിച്ചത് ആരാണ്? സ്വകാര്യ വ്യക്തി നിശ്ചയിച്ചെന്ന് പറയുന്നത്. ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ച് ഈ കാണുന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ച് ആണ് ഭൂമിക്ക് വില നെഗോസിയേഷൻ നടത്തി വില നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു സ്വകാര്യ വ്യക്തിക്കും ഇതിനകത്ത് ഇടപാടില്ല. ഇതിനകത്ത് ഇന്നലെ കുരുടൻ ആനയെ കണ്ട പോലെ ചില മന്ത്രിമാർ പറയുകയാണ് 879 ഏക്കർ ഭൂമി നികത്താൻ ഉത്തരവുണ്ടെന്ന്. 879 ആർസിനാണ് ഏക്കർ എന്ന് പറയുന്നത്. ഇവിടെ ഏത് സ്വകാര്യ വ്യക്തിക്കാണ് ഇതിനകത്ത് അവകാശം? സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവിൻ്റെ കോപ്പിയാണ് ഞാനിവിടെ കാണിച്ചത്. ഇതനുസരിച്ച് ഭൂമിക്ക് വില നിശ്ചയിച്ചത് ആകെ സംസ്ഥാന ഗവൺമെൻറ് 15 കോടി രൂപ മാത്രമാണ് ഇതിനു വേണ്ടി നൽകിയിട്ടുള്ളത്. അതല്ല നബാർഡിൻ്റെ തുക, എല്ലാ ആരോഗ്യ മേഖലയിലും നബാർഡിൻ്റെ ലോൺ എടുത്താണ് കെട്ടിടം പണിയുന്നത്. ഇവിടെ ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് 26% ഷെയർ തീരുമാനിക്കുമ്പോൾ ബാക്കി ഷെയർ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുമ്പോൾ ഇതിനകത്ത് പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. ഒരു സ്വകാര്യ ഇതുവരെ അങ്ങനെ ലാഭം. ജോൺ തോമസ്, അങ്ങനെ എങ്ങനെയാണ് നമുക്കൊരു കമ്പനി രൂപീകരിക്കാൻ കഴിയുക? ശ്രീ ജോൺ തോമസ്, ഒരു കമ്പനി രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഭൂരിപക്ഷം ഓഹരികൾ വരുന്ന ഒരു വിഭാഗം ഉണ്ടാവില്ലേ? അവർക്ക് ആ കമ്പനിയുടെ ഭരണത്തിൽ ഒരു സേ ഉണ്ടാകില്ലേ? അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കമ്പനിയിലേക്ക് നിക്ഷേപകരെത്തുക? ഉത്തരവ് വായിക്കാത്തത് കൊണ്ടാണ്. കീമഡ് എന്ന സൊസൈറ്റിയാണ് ആദ്യം സർക്കാർ രൂപീകരിച്ചത്. ആ സൊസൈറ്റിയുടെ അണ്ടറിലാണ് ഈ പറയപ്പെടുന്ന മറ്റേ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. ആ കമ്പനിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റിന് തന്നെയാണ്. ഇതെല്ലാം സർക്കാർ ഉത്തരവിൽ കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം എല്ലാവർക്കും നാട്ടുകാർക്ക് വായിക്കാൻ കഴിയുമല്ലോ, അല്ലെങ്കിൽ നെറ്റിലുണ്ടല്ലോ ഇതെല്ലാം. ഇത് സത്യം ഇതായിരിക്കെ പൂർണ്ണമായും രാഷ്ട്രീയമായി ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്വകാര്യ വാല്യുവേഷൻ തീരുമാനിച്ച് ജില്ലാ കളക്ടർ തീരുമാനിക്കുന്ന വിലയനുസരിച്ച് വസ്തുവിന് വില കൊടുക്കുമ്പോൾ എവിടെ ഏത് സ്വകാര്യ വ്യക്തിക്ക് ഇടപെടൽ ഉണ്ട്? ശ്രീ ജോൺ തോമസ്, ആ കമ്പനി ഉന്നയിക്കുന്നു, ഇങ്ങനെ ഒരു നിലം നികത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഹരിപ്പാട്ട്. ശ്രീ ജോൺ തോമസ്, പറഞ്ഞു കേന്ദ്ര യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല. ഒരൊറ്റ കാര്യം, ആ കമ്പനിയുടെ കീഴിലാണോ സൊസൈറ്റി, അതോ സൊസൈറ്റിയുടെ കീഴിലാണോ കമ്പനി? എന്താണ് ചോദിച്ചത്? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു കമ്പനിയെല്ലാം നടത്തുന്നത് സൊസൈറ്റിയാണ് എന്ന്. സൊസൈറ്റിയുടെ കീഴിലാണോ കമ്പനി, അതോ കമ്പനിയുടെ കീഴിലാണോ സൊസൈറ്റി? സൊസൈറ്റിയുടെ കീഴിലാണ് കമ്പനി. സൊസൈറ്റിയുടെ കീഴിലാണ് കമ്പനി. അങ്ങനെയാണോ ആ ഗവൺമെൻറ് ഉത്തരവിലുള്ളത്? ഹലോ, അങ്ങനെ തന്നെയാണോ ആ ഗവൺമെൻറ് ഉത്തരവിലുള്ളത്? അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്. കമ്പനിക്ക് കീഴിലാണ് സൊസൈറ്റി. ആ സൊസൈറ്റിയാണ് മെഡിക്കൽ കോളേജ് നടത്താൻ വേണ്ടി രൂപീകരിച്ചിരിക്കുന്നത്. ആ സൊസൈറ്റി മെഡിക്കൽ കോളേജ് നടത്തുകയും മെഡിക്കൽ കോളേജ് നടത്തി അതിൻ്റെ ലാഭത്തിൽ ഒരു വിഹിതം കമ്പനിക്ക് നൽകുകയും ചെയ്യും എന്നാണ് ആ ഗവൺമെൻറ് ഉത്തരവിലുള്ളത്. ഒപ്പം ഇന്ന് നേരത്തെ മുൻ ആഭ്യന്തരമന്ത്രി
പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലുമുള്ളത്. ശ്രീ ജോൺ തോമസ്, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാമേ. ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിലുള്ളത് സൊസൈറ്റി കമ്പനിക്ക് കീഴിലാണ്, സൊസൈറ്റി മെഡിക്കൽ കോളേജ് നടത്തുന്നു, ചെലവ് കഴിച്ചുണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കമ്പനിക്ക് കൈമാറുന്നു എന്നാണ് ആ വാർത്താക്കുറിപ്പിലുള്ളത്. അതായത് കമ്പനിക്കാണ് പരമാധികാരം. ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ കെ പി അരവിന്ദൻ, ഇவ்விധത്തിൽ ഒരു സംഗതി ഉണ്ടാകുമോ? ഒരു കമ്പനി 26% മാത്രം ഓഹരിയുള്ളൊരു കമ്പനി രൂപീകരിക്കുന്നു സർക്കാരിന്, എന്നിട്ട് അതിൽ സർക്കാരിനാണ് എല്ലാ കാര്യങ്ങളിലും മുൻതൂക്കമുണ്ടാവുക, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം മുഴുവൻ സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുക. അതായത് ഇതിൽ ഓഹരി എടുക്കാൻ വരുന്ന സ്വകാര്യ നിക്ഷേപകർക്ക് ആർക്കും ഇതിൽ ഒരു അധികാരവും ഉണ്ടാകാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് സംരംഭകരെത്തുമോ? അത് ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ലല്ലോ. 26% ഉള്ള സർക്കാർ ഓഹരിയുള്ള സർക്കാരെല്ലാം നിയന്ത്രിക്കുമെന്നും 74% വെറുതെ ഇരിക്കുമെന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. അതിനെന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഇത് മുഴുവൻ എന്ന് പറയുന്നതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ല. ഈ ഇങ്ങനെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന് വേണ്ടി മുൻകൈ എടുത്ത സർക്കാർ മറ്റ് ജില്ലകളിലൊക്കെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിരുന്നു. ഇടുക്കിയിൽ തുടങ്ങി, മഞ്ചേരിയിൽ തുടങ്ങി, അങ്ങനെ പല ജില്ലകളിലും തുടങ്ങി. അവിടെയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഒരു മുൻകൈയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എടുത്തിരുന്നില്ല. അത്തരം കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഫണ്ട് ചോദിക്കുമ്പോൾ പണമില്ല എന്ന മറുപടി ആരോഗ്യവകുപ്പ് നൽകിയിട്ടുമുണ്ട്. ശ്രീ ജോൺ തോമസ്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്രമാത്രം ഒരു താല്പര്യം? ഒരു മണ്ഡലത്തിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നേ കഴിയൂ എന്നത് മുൻ ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നം മാത്രമായിരുന്നു. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ടി ജെ ആഞ്ചലോസ്, ഇപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ LDF സർക്കാർ ആലോചിക്കുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം കഴിഞ്ഞ ദിവസം ധനമന്ത്രി നബാർഡിൽ നിന്ന് വായ്പ സ്വീകരിച്ച് അതിൻ്റെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, LDF സർക്കാർ തന്നെയല്ല, നിലവിലുണ്ടായിരുന്ന UDF സർക്കാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെച്ചു. ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയാണല്ലോ. ആ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളും മറ്റു കാര്യങ്ങളും പുതിയ കളക്ടർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള നടപടികൾ നിർത്തിവെച്ചു. 1. 2, നിലവിലുണ്ടായിരുന്ന നെൽവയൽ സംരക്ഷണ നിയമമുണ്ട്, അതിനെ അട്ടിമറിക്കുന്നു. മറ്റൊന്ന്, ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ ഇതെല്ലാം ചെയ്തിട്ട് അതൊരു ലാഭകേന്ദ്രമാക്കി, മെഡിക്കൽ കോളേജ് ഒരിക്കലും ലാഭകേന്ദ്രമാക്കി മാറ്റേണ്ടതല്ലല്ലോ, ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ലാഭകേന്ദ്രമാക്കി മാറ്റി അതിനെ ഏതാണ്ട് പൂർണ്ണമായും സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺസൾട്ടൻസിയുടെ വിവരമാണ് ഫയല് പരിശോധിച്ചതിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി അത് സംബന്ധമായ ഉത്തരവിട്ടിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ സംരംഭത്തിന് വേണ്ടി ഗവൺമെന്റ് ഗ്യാരണ്ടിയിൽ നിന്ന് നബാർഡിൽ നിന്ന് വായ്പ എടുക്കുന്നു. നബാർഡിൽ നിന്നുള്ള വായ്പ എടുത്ത് തിരിച്ച് കൃത്യമായി അടച്ചില്ലെങ്കിൽ പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് അത് എടുക്കും, വെട്ടി കുറക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ എല്ലാം സർക്കാരിന്റെ ഉടമസ്ഥതയിൽ അതിനെ ലാഭകേന്ദ്രമാക്കി കുറച്ചു പേർക്ക് ലാഭം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കേന്ദ്രമാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. ആദ്യം മുതൽ ഒരു ആരോഗ്യ സ്ഥാപനം ഗവൺമെന്റിന്റെ ഉടമസ്ഥയിൽ വരുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അവിടെ പ്രതിപക്ഷത്തുണ്ടായിരുന്നവരും ഇതിനോട് സഹകരിച്ചത്. ഞങ്ങളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് A. ഷുക്കൂർ, കോൺഗ്രസ് നേതാവ്, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ A. ഷുക്കൂർ, ഒരു പദ്ധതി നടപ്പാക്കിയതിൽ മാത്രമല്ല അഴിമതിക്കുള്ള സാധ്യത, ആ പദ്ധതിയുടെ ആലോചനയിൽ തന്നെ അത്തരമൊരു അഴിമതിയുടെ സാധ്യതയുണ്ട് എന്നാണ് വിജിലൻസിൻ്റെ DGP ആയി ചുമതലയേറ്റ ഉടൻ ജേക്കബ് തോമസ് പറഞ്ഞത്. അത്തരമൊരു അഴിമതിയുടെ സാധ്യത ഈ പദ്ധതി ആലോചിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ആഞ്ചലോസ് പറഞ്ഞത് ഞാൻ കേട്ടു.
വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ സ്ഥലമെടുപ്പ് നിർത്തിവെച്ചു എന്നാണ് ആന്റിലോസ് പറയുന്നത്. ശുദ്ധം നുണ പറയാൻ ഇത്രയും ഇല്ലേ? ആന്റിലോസിന്റെയൊക്കെ നാവ് ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത് എവിടെ പോയിരുന്നു? തെരഞ്ഞെടുപ്പിന് മുമ്പ് എവിടെ പോയിരുന്നു? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2014 മുതൽ 2016 വരെയുള്ള 2 വർഷക്കാലം ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ട ആളല്ലേ ആന്റിലോസിന്റെ നേതാവ് കൂടിയായ ജില്ലാ സെക്രട്ടറി, ഇന്നത്തെ മന്ത്രി തിലോത്തമൻ കൂടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത പരിപാടിയാണെന്ന്. ഇത് ഒരു PPP മാതൃക, അത് CR മാതൃക ഒരു മെഡിക്കൽ കോളേജ്, ആലപ്പുഴ ജില്ലയ്ക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മെഡിക്കൽ കോളേജ് ഇപ്പോൾ CPI സ്ഥാനാർത്ഥി പരാജയപ്പെട്ടുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം അനുവദിക്കില്ല. ഇത് ശരിയല്ല. ഇത് സ്ഥലം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. വിവാദം ഉണ്ടായി നിർത്തിവെച്ചു എന്നാണ് പറയുന്നത്. 12 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നു. 12 കോടി രൂപയോളം ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ചെലവഴിച്ചു വേണ്ടിയിരിക്കുന്നു ഗവൺമെന്റ്. ഷുക്കൂർ, ഒരു കാര്യം കൂടി, LDF സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? LDF സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്, ബോധപൂർവമായ രാഷ്ട്രീയം. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സീറ്റുകളും അവർ വിജയിച്ചു. ഹരിപ്പാട് പരാജയപ്പെട്ടു. ദയനീയമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും കോട്ടകളിൽ നിന്ന് അവരുടെ വോട്ടുകൾ ചോർന്നു. അതിന് ഈ മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കിയാൽ അത്തരം വളരെയധികം നന്ദി ശ്രീ ഷുക്കൂർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഞങ്ങളോട്. ശ്രീ KP അരവിന്ദൻ, ഇതിൽ ഈ പറയുന്ന വിധത്തിലുള്ളൊരു രാഷ്ട്രീയം നമ്മൾ കാണേണ്ടതുണ്ടോ? അല്ല, ഇതിൽ രാഷ്ട്രീയം ഇതിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളെ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമാണ് സംഗതികൾ. കേൾക്കുന്നില്ല. വളരെയധികം നന്ദി ഡോക്ടർ KP അരവിന്ദൻ, ഒപ്പം ജോൺ തോമസ്, TJ ആഞ്ചലോസ്, ഒപ്പം A ഷുക്കൂർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി ഒളിമിക്സ് കാണാം.